CMEDP പദ്ധതി അടുത്ത ഒരു വർഷത്തേക്ക്, അതായത് അടുത്ത ഏപ്രിൽ മാസം വരേക്ക് നീട്ടിയിരിക്കുന്നതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. പദ്ധതിയുടെ തുകയിലും അതുപോലെ പ്രായപരിധിയിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയാണ് CMEDP. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ചെറുകിട ഇടത്തരം സംരംഭകർക്ക് എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണിത്. സംരംഭത്തിൻ്റെ ആവശ്യാനുസരണം ടേം ലോണായോ വർക്കിംഗ് ക്യാപിറ്റൽ ടേം ലോണായോ അല്ലെങ്കിൽ രണ്ടും കൂടി സംയോജിപ്പിച്ചോ ലഭിക്കുന്ന പദ്ധതിയാണിപ്പോൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത്. നിലവിൽ പരമാവധി ലഭിക്കുന്ന വായ്പാ തുക 2 കോടി രൂപയാണ്. അതിപ്പോൾ 5 കോടി രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ പലിശ നിരക്ക് 11% ആണെങ്കിലും 5% പലിശ സബ്സിഡി ലഭിക്കുന്നതിനാൽ സംരംഭകന് 6% പലിശ മാത്രമേ വരുന്നുള്ളൂ. എന്നുവെച്ചാൽ 6% കഴിച്ചുള്ള ബാക്കി 5%, അതിൽ സർക്കാരിൻ്റെ 3% പലിശ സബ്സിഡിയും KFCയുടെ 2% പലിശ സബ്സിഡിയും ചേർത്ത് 5% പലിശ സബ്സിഡി ലഭിക്കുന്നു. പ്രായപരിധി 50 വയസ്സായിരുന്നത് ഇപ്പോൾ 60 വയസ്സായി ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ ഇനി 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഒരു വർഷത്തെ മൊറട്ടോറിയവും ലഭിക്കും. മൊറട്ടോറിയം ഉൾപ്പെടെയുള്ള തിരിച്ചടവ് കാലാവധി 5 വർഷമാണ്. സംരംഭത്തിൻ്റെ ആകെ തുകയുടെ 90% വരെ വായ്പ ലഭിക്കും. അതായത് 10% സംരംഭകന്റെ വിഹിതമായിരിക്കും. നിലവിലുള്ളതോ പുതിയതോ ആയ ഉദ്യം രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്കാണ് വായ്പ ലഭിക്കുക. അപ്പോൾ വെറും 6% പലിശയിൽ 5 കോടി രൂപ വരെ വായ്പ ലഭിക്കുന്ന KFCയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന CMEDPയിലേക്ക് അപേക്ഷിക്കാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി അതിന് അടിയിലായി ഓൺലൈനിൽ അപേക്ഷിക്കാനുള്ള പച്ച നിറത്തിലുള്ള ബട്ടണുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ അപ്ലൈ ഓൺലൈൻ എന്ന ഒരു ബട്ടൺ കൂടി ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള പേജിലേക്ക് എത്തും. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.